പയ്യന്നൂർ മുൻ എംഎൽഎയും സിപിഐഎം നേതാവുമായ ടി.ഐ. മധുസൂദനെതിരെ പോസ്റ്റർ. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നതാണ് പോസ്റ്ററിലുള്ളത്. സേവ് സിപിഐഎം എന്ന പേരിൽ പയ്യന്നൂരിൽ 4 പോസ്റ്റർ പതിച്ചത്. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അജീഷ്, പാർട്ടി കോട്ടയിൽ തന്നെ കാലിടറി കാഴ്ച കണ്ടതാണ്. വിമതനായി കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നു. പാർട്ടി നേതൃത്വം പ്രതിസന്ധിയിലായ പയ്യന്നൂരിൽ പരാജയത്തിനിപ്പുറവും അതിന്റെ അലയൊലികൾ തീരുന്നില്ല. കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ ജനവികാരം ടി.ഐ. മധുസൂദനെതിരെ പാർട്ടി നേതൃത്വത്തിനെതിരെ ഉയരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗോകുൽ, അങ്ങനെ തന്നെയാണ്. കാരണം പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഈ പോസ്റ്ററുകൾ ഉയർന്നിട്ടുള്ളത്. 4 ഇടങ്ങളിലാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ജനവികാരത്തെ പാർട്ടി മാനിക്കുക, രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, ജനങ്ങളോട് കണക്ക് പറയുക എന്നിങ്ങനെയാണ് ഈ പോസ്റ്ററുകളിൽ ഉള്ളത്. ഈ സേവ് സിപിഎം ഫോറം എന്ന പേരിലാണ് ഈ പോസ്റ്ററുകൾ പ്രധാനമായും 4 സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. പയ്യന്നൂർ, വെള്ളൂരിലും അന്നൂരിലും കോറോത്തും ഒപ്പം തന്നെ കാറമയിൽ എന്നീ സ്ഥലങ്ങളിലാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അത് ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ വി കുഞ്ഞികൃഷ്ണന്റെ ചുമരെഴുതിയതിന്റെ പേരിൽ ചുമരെഴുതിയതിന്റെ പേരിൽ മതിൽ തകർത്ത് ആ മതിലിലും ഇത്തരത്തിലുള്ള ഒരു പോസ്റ്ററുകൾ ഒട്ടിച്ചിട്ടുണ്ട്. എന്തായാലും പയ്യന്നൂരിലെ ജനവികാരം എതിരായതിന് പിന്നാലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർന്നതിന് പിന്നാലെയാണ് പാർട്ടി നേതാവായിട്ട് കൂടിയിട്ടുള്ള ടി.ഐ. മധുസൂദനെതിരെ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ശക്തി കേന്ദ്രം, പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ ഉയർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി അജീഷ്, ഏതായാലും പയ്യന്നൂരിൽ കേവലം തിരുത്തൽ നടപടികൾ അല്ലെങ്കിൽ അണികളെ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. സമൂലമായ മാറ്റം കണക്ക് തന്നെ പറയണം എന്നതാണ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്ക് ഇതുവരെയും പുറത്തുവിട്ടില്ല. അത് പുറത്തുവിടണമെന്ന് അടക്കമുള്ള ആവശ്യങ്ങൾ ഈ ഇലക്ഷന് ശേഷവും ഉയർന്നുവെന്നതാണ് ശ്രദ്ധേയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.